എടാ ഈ ടൊവിനോ തോമസ് യൂസ് ചെയ്യുന്ന ക്രീം ചോദിച്ച എത്ര പേരാന്നറിയോ സ്റ്റോറിൽ വരുന്നത്. ടൊവിനോ തോമസ് പേർളി മണീഷ് ഓയിൽ വന്നിട്ട് പുള്ളിക്കാരൻ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറിനെ കുറിച്ച് പറഞ്ഞു. അത് കോസാറക്സിന്റെ സ്നെയിൽ മ്യൂസിനാണ് ആ ക്രീം. അത് എല്ലാ സ്കിന്നുകാർക്കും സെറ്റ് ആവില്ല. നിങ്ങൾക്ക് ചേരുന്ന, നിങ്ങളുടെ സ്കിൻ ടോണിന് ചേരുന്ന ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ടൊവിനോ തോമസ് അത് ഉപയോഗിക്കുന്നത് കൊണ്ട് എല്ലാവരും അത് ഉപയോഗിക്കണം എന്ന് നിർബന്ധമില്ല, മനസ്സിലായോ? അതായത് ടൊവിനോ തോമസിന്റെ സ്കിൻ ടോണിനും സ്കിൻ ടൈപ്പിനും അനുസരിച്ചുള്ള ക്രീമാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും വന്നിട്ട് ഈ ക്രീം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര സ്യൂട്ട് ആവണം എന്നില്ല. കാരണം അലർജീസ്, പിമ്പിൾസ്, ബ്രേക്ക്ഔട്ട്സ് ഒക്കെ വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അത്. അത് സെൻസിറ്റീവ് ആയിട്ടുള്ള ചില സ്കിൻ ടെക്സ്ചേഴ്സിന് മാത്രമാണ് അത് ആപ്റ്റ് ആയിട്ടുള്ളത്. ഇപ്പൊ ടൊവിനോ തോമസ് യൂസ് ചെയ്യുന്ന ആ പ്രോഡക്റ്റ് ആർക്കൊക്കെയാണ് ചേരാത്തതെന്ന് അറിയോ? ഒന്നാമത്തെ കാര്യം, ഈ ഡസ്റ്റ് അലർജി, അതുപോലെ തന്നെ ചെറിയ ഡസ്റ്റ് മുട്ടിയാൽ തന്നെ ഇറിറ്റേഷൻസ് ഒക്കെ വരുന്ന അങ്ങനെയുള്ള ഡസ്റ്റ് അലർജീസ് ഉള്ള ആൾക്കാർക്ക് ഈ പ്രോഡക്റ്റ് ഒട്ടും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർക്ക് വീണ്ടും ഇച്ചിങ്, അതുപോലെ തന്നെ അലർജീസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ട് പിമ്പിൾസ് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫംഗൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പിമ്പിൾസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് മറ്റുള്ളവർ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ട് അത് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി മുതൽ സെലിബ്രിറ്റീസ് യൂസ് ചെയ്യുന്ന ക്രീംസിന്റെ പുറകെ പോവരുത്. ഓക്കെ, ബൈ.